വണ്ടിയിൽ കിടക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പുറകിലത്തെ സീറ്റിൽ ഷീറ്റൊക്കെ വിരിച്ച് നമ്മുടെ തലങ്ങണ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഫാനും കൂടെ ഉണ്ട് കേട്ടോ. ആ സൈഡിൽ കാടാണ്. അപ്പോൾ രാത്രി ചിലപ്പം ആനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഭാഗത്തൊക്കെ ആന വരും കേട്ടോ. അത് തന്നെ ബ്രെഡൊക്കെ വാങ്ങി കേട്ടോ. പഴവും ബ്രെഡ് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഒരു ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കടയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. 40 രൂപയാണ്. കുടുംബശ്രീകാരുണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വാങ്ങിച്ചത് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഉണ്ണികൃഷ്ണനാണ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഫുഡിൻ്റെ വ്ളോഗല്ല. ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലി എന്താണ്, എവിടെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പം ജോലി എന്തെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പം ഇതാണ് എൻ്റെ കാറ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഡ്രൈവറാണ്. അപ്പോൾ ഇന്ന് വൃശ്ചിക മാസത്തിൽ ആദ്യത്തെ ഒരു ശബരിമല ട്രിപ്പ് വന്നിട്ടുണ്ട്. ശബരിമല ഓട്ടം. അപ്പം എൻ്റെ സ്വാമി ആന്ധ്രയിൽ നിന്നുള്ള സ്വാമിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ എടുത്തിട്ട് എനിക്ക് ശബരിമല പോകണം. ഞാൻ ഇപ്പോൾ എയർപോർട്ടിലാണുള്ളത്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. ഏകദേശം 7ഓളം വർഷം ഞാൻ വന്നിട്ട് ഒരു ഹുണ്ടായുടെ ഷോറൂമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ കുറച്ച് ടെൻഷനും മറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ സ്വന്തമായിട്ടൊരു കാർ എടുത്തു. എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ഒരു ഫീൽഡ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലത്തേക്ക് ഒരു കാറായി നമ്മുടെ ആവശ്യങ്ങൾ നടക്കും, നമ്മുടെ ജോലി നടക്കും. അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ ഈ കാർ എടുത്ത് തുടങ്ങിയത്. 7 വർഷമായിട്ടോ ഞാൻ കാർ എടുത്ത് ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്. ഇതാകുമ്പോൾ കുറച്ച് ടെൻഷൻ ഇല്ലാതെയൊക്കെ നമുക്ക് സുഖമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു ഫീൽഡിനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് പോയാൽ മതി. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ഒരുപാട് സമയം വേണമെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഉള്ളവർക്ക് കേട്ടോ. ഞാൻ പണ്ട് മുതലേ വീട്ടിലധികം സ്പെൻഡ് ചെയ്യാറില്ല. ഫുൾ ടൈം ജോലിയാണ്. പത്രത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, പത്ര ഏജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീക്കും, വരും, പിന്നെ ഓഫീസിൽ പോകും. രാത്രി 10-11 മണിയൊക്കെ ആകും. അങ്ങനെ ഫാമിലിയോട് ഒപ്പം കുറച്ച് സമയം മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഈ ഒരു ജോലി എനിക്ക് ബെറ്ററാണ്. 7 വർഷത്തോളം ഞാൻ ഈ ജോലി ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ജോലിയെ പറ്റിയുള്ള വ്ളോഗ് തന്നെയാണ്. അപ്പം നമ്മുടെ ഒരു ചേട്ടനുണ്ട് കോട്ടയത്ത്, രാജേഷ് എന്ന് പറയും. ചേട്ടൻ്റെ ഓട്ടമാണ്. അപ്പോൾ എല്ലാ വർഷവും എനിക്ക് ശബരിമല ട്രിപ്പും മറ്റുള്ള ട്രിപ്പൊക്കെ, ട്രിവാൻഡ്രത്തുള്ള ട്രിപ്പൊക്കെ രാജേഷിനെ തരാറുണ്ട്. അപ്പോൾ രാജേഷിനൊരു ഹായ് ഉണ്ട്. അപ്പം വൃശ്ചികത്തിൽ ഫസ്റ്റ് ട്രിപ്പാണ്. ശബരിമലയിൽ പോകുമ്പോൾ എപ്പോഴും എൻ്റെ വണ്ടി ഇങ്ങനെ അലങ്കരിച്ചാണ് കൊണ്ടുപോകാറുള്ളത്. നമ്മുടെ അയ്യപ്പൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് വണ്ടി കംപ്ലീറ്റ് അലങ്കരിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് സാധാരണ ശബരിമല ട്രിപ്പ് പോകുമ്പോൾ, എല്ലാ ട്രിപ്പും, എൻ്റെ ട്രിപ്പായിരുന്നാലും ഗസ്റ്റിൻ്റെ ട്രിപ്പായിരുന്നാലും ഞാൻ ഇങ്ങനെയാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പം വണ്ടിയിൽ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ വച്ചിട്ടുണ്ട്. ആരെങ്കിലും കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റയിലുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം പൈസയ്ക്ക് വാങ്ങിക്കുക, നമ്മൾ ഓടുക. നല്ല രീതിയിൽ ഓടിക്കഴിഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ മാറ്റി വെച്ച് നല്ലൊരു ഇതിൽ ജീവിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു കാറ് കൊണ്ട് എൻ്റെ 7 വർഷം ഞാൻ സൂപ്പറായിരുന്നു. 2 വർഷം കോവിഡ് ആയതുകൊണ്ടുള്ള ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കാറ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പം ഇതിൻ്റെ അടവൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ട്രിപ്പ് എടുക്കാം. സ്വാമി വന്നിട്ടുണ്ട്. ഞാനിപ്പം ഡൊമസ്റ്റിക് കോളിലാണ്, ട്രിവാൻഡ്രം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അങ്ങോട്ട് കാണാം. പിന്നെ പോകുന്ന വഴിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് പമ്പയിലോ ഇടയിൽ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുക്കാം. എന്ന് വെച്ചാൽ ഗസ്റ്റ് ഇരിക്കാൻ നമ്മൾ വീഡിയോ എടുക്കുന്ന ശരിയല്ലല്ലോ കേട്ടോ. അകത്ത് കയറണമെങ്കിൽ, അകത്ത് കയറി ഗസ്റ്റ് എടുക്കണമെങ്കിൽ 150 രൂപ നമ്മൾ ടാക്സിക്കാർ കൊടുക്കണം. അപ്പോൾ നമ്മൾ അകത്ത് പോയി ഗസ്റ്റിനെ പുറത്ത് വിളിച്ചുകൊണ്ട് വരാറാണ് പതിവ്. സ്വാമി അവിടെ വന്ന് തന്നെ വിളിച്ചേട്ടോ. അപ്പോൾ സ്വാമി എടുത്തിട്ട് നമുക്ക് നേരെ പമ്പയിലോട്ടോ. അപ്പോൾ സ്വാമി എടുത്ത്, അപ്പോൾ സ്വാമി പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പുറത്ത്, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോലിയെ പറ്റിയും നമ്മുടെ ഫാമിലിയെ പറ്റിയൊക്കെ. ഫാമിലിയെ പറ്റി ഞാൻ വിശദമായിട്ടൊരു വീഡിയോ പിന്നെ ഒരു സമയത്ത് ഇടുന്നുണ്ട്, നമ്മളൊരു ഫാമിലി വ്ളോഗ്. ശബരിമല നല്ല തിരക്കുണ്ടെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഈ ഒരു ടൈമിൽ, അതായത് നമ്മുടെ സീസൺ തുടങ്ങിയ ടൈമിൽ നല്ല തിരക്കായിരുന്നു. ഞാൻ കുഞ്ഞുനാൾ മുതലേ ശബരിമലയിൽ പോകുന്നുണ്ട്. ആ ടൈമിലൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്ത അത്ര തിരക്കായിരുന്നു. എന്ന് വെച്ചാൽ നിലയ്ക്കൽ എത്തുന്നതിന് 3 കിലോമീറ്റർ മുമ്പ് 5 മണിക്കൂർ കാടിനുള്ളിൽ നമ്മൾ കാറുകളെല്ലാം സ്റ്റക്കായി കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അതുപോലെയൊന്നും ആയിരിക്കല്ലേ എന്ന് അയ്യപ്പനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ അയ്യപ്പന്മാർക്കും നല്ല രീതിയിൽ മല കയറാനുള്ള ഒരവസരം ഈ ഒരു മണ്ഡലകാലത്ത് വരട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം നിലയ്ക്കലാണ് പാർക്കിംഗ് എന്ന് പറയുന്നു. അപ്പം സ്വാമിയെ കൊണ്ട് പമ്പയിൽ ഇറക്കിയിട്ട് നിലയ്ക്കൽ വന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇന്നത്തെ ട്രിപ്പിൽ ഒരു സ്വാമി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം രാജേഷ് ചേട്ടൻ എനിക്ക് ഒരുപാട് വർഷം കൊണ്ട് ശബരിമല ട്രിപ്പൊക്കെ തരുന്നുണ്ട്. രാജേഷ് ചേട്ടൻ്റെ ഗസ്റ്റാണ്. രാജേഷ് ചേട്ടൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ ടാക്സി ഡ്രൈവറാണ് കേട്ടോ. ഇന്നോവയുണ്ട്. അപ്പോൾ കോട്ടയത്തൊക്കെ നമുക്ക് ട്രിപ്പ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ട്രിവാൻഡ്രം കാണാനോ കോട്ടയം കാണാനോ ശബരിമല പോകാനോ അതോ എറണാകുളം, കേരളം കംപ്ലീറ്റ് കാണാൻ വേണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് ഒരുപാട് ചേട്ടന്മാരുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ട്രിപ്പൊക്കെ അറേഞ്ച് ചെയ്ത് പോകാവുന്നതാണ്. എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ.
അതുപോലെ നമ്മുടെ ട്രിവാൻഡ്രം വെബ് സീരീസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് എൻ്റെ വണ്ടി കേട്ടോ, ടൊയോട്ട എത്തിയോസാണ്. ഏകദേശം 7 വർഷത്തോളമായി. ജനുവരി ആകുമ്പം 7 വർഷമാകും കേട്ടോ എൻ്റെ വണ്ടി എൻ്റെ കൈ കിട്ടിയിട്ട്. ഞാൻ നല്ലപോലെ നോക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഹുണ്ടായിലായിരുന്നപ്പോൾ ആണ് ഈ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഈ വണ്ടി സെലക്ട് ചെയ്യാനുള്ള കാരണം തന്നെ ടൊയോട്ട നമുക്ക് ഡീസൽ വണ്ടി നമുക്ക് എവിടെ വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ടാക്സി ഫീൽഡിന് പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ. നല്ല സർവീസാണ്, മെയിൻ്റെനൻസ് എല്ലാം കുറവാണ്. നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വണ്ടി കൊണ്ട് നടക്കാൻ പറ്റും. അതാണ് ഈ ടൊയോട്ടയുടെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ചിലവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും എനിക്ക് 7 വർഷമായിട്ട് നല്ല രീതിയിൽ ഞാൻ ഈ ഒരു വണ്ടിയുടെ ഡ്രൈവിങ്ങും ഈ വണ്ടി ആസ്വദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ പമ്പയിലോട്ട്. അപ്പം ഞാൻ ഫൈനലി പമ്പയിലെത്തി, സ്വാമി ഇറക്കി. അപ്പോൾ തിരിച്ച് റിട്ടേൺ പോവാണ്. അപ്പോൾ നമ്മളെ പമ്പയിൽ അത്യാവശ്യം തിരക്കുണ്ട്. അധികം വെയിലൊന്നുമില്ല കേട്ടോ, നല്ലൊരു മൂടി കെട്ടിയ അന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ നിലയ്ക്കലാണ് പോകണം, അവിടെയാണ് പാർക്കിങ്. ഇവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ ഫുള്ളെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ തിരിച്ച് നിലയ്ക്കല പോയിട്ട് അവിടെയാണ് സ്റ്റേ ഇന്ന്. പാർക്കിംഗ് അവിടെയാണ്. നിലയ്ക്കൽ കുറച്ചും കൂടെ ബെറ്ററാണ് കേട്ടോ, എന്ന് വെച്ചാൽ ഒരുപാട് സ്പേസ് ഉണ്ട്, കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കഴിക്കാം, ബാത്റൂം ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. നിലയ്ക്കലാണ് ഒരു കണക്കിന് നല്ലൊരു പാർക്കിംഗ്. വണ്ടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് കയറ്റൊക്കെ കയറിയ സമയത്ത് കുറച്ച് ബ്ലോക്കൊക്കെ ആയി, എങ്കിലും സ്മൂത്തായിട്ട് ഇവിടം വരെ എത്തി. സ്വാമി ഇനി നാളെ രാവിലെ വരുള്ളൂ, നാളെ 10 മണിക്കൊക്കെ പമ്പയിൽ വരുള്ളൂ എന്ന് പറഞ്ഞോളൂ. റിട്ടേൺ വേണമെങ്കിൽ വിളിക്കാൻ, അല്ലെങ്കിൽ സ്വാമി ബസ്സിൽ കയറി നിലയ്ക്ക് വരാമെന്ന് പറഞ്ഞു. പിന്നെ പമ്പയിൽ റേഞ്ചിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞു പുള്ളിക്കാരനടുത്ത്. അപ്പോൾ നമ്മൾ നിലയ്ക്കലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് പാർക്കിങ്, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട്, പക്ഷെ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, എങ്കിലും ഒരുപാട് വണ്ടികളുണ്ട്. ഇപ്പം അധികം ചൂടില്ല കേട്ടോ, നല്ല തണുപ്പായിരിക്കും. വണ്ടിയിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, വീട്ടിൽ നിന്ന് കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. അല്ല, കഴിക്കാൻ സാധാരണ ഇവിടെ വരുമ്പോഴത്തേക്ക് പഴം വാങ്ങിക്കും, അതുപോലെ തന്നെ ബ്രെഡൊക്കെ വാങ്ങിക്കും കേട്ടോ. പഴവും ബ്രെഡ് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഒരു ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ അത് കടയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. 40 രൂപയാണ്, കുടുംബശ്രീകാരുണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വാങ്ങിച്ചത് കേട്ടോ. കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പം ഫുഡ് എന്താണുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് തന്നിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിക്കകത്തിരുന്ന് തന്നെയാണ് ഫുഡെല്ലാം കഴിക്കുന്നത്. എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. കറിയായിട്ടുള്ളത് ചമ്മന്തി, ചീത്തയാന്തോ രാവിലെ എടുത്തത്. അതുപോലെ തന്നെ സാമ്പാർ, എന്നും വീട്ടിൽ സാമ്പാറുണ്ട്. ഇഡ്ഡലി ആയിരിക്കും, ഇഡ്ഡലിയാണ്, 4 ഇഡ്ഡലി ഉണ്ട്. സത്യം പറഞ്ഞത് രാവിലത്തേക്ക് തന്നു വിട്ടാണ്. അപ്പോൾ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് ഗസ്റ്റും ഞാനിവിടെ കഴിച്ചു പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ ഇത് വച്ചിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വച്ചിരുന്നത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ഇനി പുറത്തിറങ്ങി കഴിക്കണ്ടല്ലോ. പിന്നെ അല്ലാതെ രാത്രി കഴിക്കാൻ സാധനങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. ഞാൻ വരുന്ന വഴിക്ക് വാങ്ങിച്ചാൽ ബ്രെഡും പഴവും. നമ്മൾ എല്ലാ വർഷവും ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ. അപ്പോൾ സ്ഥിരം ഒരു കടയുണ്ട്, അവിടുത്തെ ബ്രെഡ് അടിപൊളിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ടാണ് മേലോട്ട് കയറി വരുന്നത്. അപ്പം ഉച്ചയ്ക്കത്തുള്ള ഫുഡ് വണ്ടി ഇരുന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കഴിച്ചില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ സാമ്പാറും ചമ്മന്തിയും ഇഡ്ഡലിയും, അതാണ് ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ്. ചില ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും കേട്ടോ. ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുഡൊന്നും കിട്ടത്തില്ല. അതിൽ മിക്കവാറും ഗസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പുറത്തുനിന്നാണ് കഴിക്കാറ്. വീട്ടിലെ സാമ്പാർ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ അമ്മായി നല്ലതുപോലെ സാമ്പാർ വയ്ക്കും കേട്ടോ. വീട്ടിലെന്ന് സാമ്പാറാണ്. എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞത്. ശിവാനിക്കും ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. എല്ലാവർക്കും വീട്ടിൽ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. ഇഡലിയുടെ എന്തായാലും സാമ്പാർ കാണും. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ സാമ്പാറാണ് കേട്ടോ. ചമ്മന്തി സാമ്പാറും കോമ്പിനേഷനാണ്, അറിയാലല്ലേ, ഞാൻ മിക്കവാറും പറയാനുള്ളതാണ്. കുറച്ച് സാമ്പാർ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ വേറൊരു ടേസ്റ്റ് അല്ലേ അല്ലേ. അപ്പോൾ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകണം. സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നീ വെറുതെ വണ്ടി ഇരിക്കും, നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങും, അല്ലെങ്കിൽ പരിചയമുള്ള ആരെയും ചിലപ്പം കാണും. അപ്പോൾ ആരെയൊന്നും വിളിച്ചില്ല, വിളിച്ച് നോക്കിയിട്ട്
അവരെ കാണാൻ പോകണം, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജോലിയുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതാണ് കറക്റ്റ് ടൈമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ സീസണിലെ ഫസ്റ്റ് ശബരിമല ഹോട്ടലേ, അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം രാത്രി കിടക്കുന്നതെല്ലാം വണ്ടിയിൽ തന്നെയാണ് കേട്ടോ. ചൂടുള്ള സ്ഥലങ്ങൾ ഞാൻ അങ്ങനെ അധികം പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4-5 ദിവസത്തെ ട്രിപ്പൊന്നും അങ്ങനെ അധികം എടുക്കാറില്ല. പരിചയമുള്ളവരുടെ ട്രിപ്പ് മാത്രമാണ് ഞാൻ എടുക്കാറുള്ളത്. 1-2 ദിവസമൊക്കെ ആണെങ്കിൽ 3 ദിവസം കുഴപ്പമില്ല. മൂന്നാറൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടിയിൽ തന്നെ കിടക്കാൻ പറ്റും കേട്ടോ. ഈ പുറകിലുള്ള സ്ഥലത്താണ് ഞാൻ കിടക്കുന്നത്. എനിക്ക് ആ ഒരു സ്പേസ് മതി. തലങ്ങണയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റേ ഉള്ള സമയത്ത് കൊണ്ടുപോകാറുണ്ട്. പുതപ്പൊക്കെ കാണും. ചൂടുള്ള സ്ഥലങ്ങൾ, അതായത് നമ്മുടെ എന്താ പറയുന്നത്, ഈ ആലപ്പുഴയൊക്കെ പോകണമെങ്കിലോ എറണാകുളമോ അതുപോലെ തന്നെ കന്യാകുമാരിയിലൊക്കെ പോകണമെങ്കിൽ അവിടെ റൂം എടുക്കും കേട്ടോ. കുറഞ്ഞ വിലയ്ക്കുള്ള നല്ല റൂമുകൾ കിട്ടും, സിംഗിൾ ബെഡിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ദൂരയാത്രകളിൽ സ്റ്റേ ഒക്കെ ചെയ്യുന്നത്. തണുപ്പുള്ള സ്ഥലത്തല്ല, ഞാൻ വണ്ടിയിൽ തന്നെയാണ് കിടക്കാറുള്ളത്. സുഖമായിട്ട് കിടന്നുറങ്ങാം. എല്ലാവരും ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വീഡിയോസൊക്കെ വരുന്നുണ്ട്, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളതും ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ളതും ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഏകദേശം 9,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. അപ്പം 10,000-ൽ നമുക്ക് ചെറിയൊരു പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്, ഒരാഗ്രഹമാണ്. മോള് ശിവാനിയൊക്കെ പറഞ്ഞു കേക്കൊക്കെ മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ ചെയ്യാമല്ലേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും വേണം. യാത്ര ചെയ്യുമ്പോഴേ ഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ബാഗിലെല്ലാം ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ 2 തലങ്ങണയുണ്ട്. നമ്മുടെ ഡിക്കിയിൽ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ, ഒരുപാട് സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ബാഗിൽ എല്ലാ സാധനങ്ങളും വച്ചിട്ടുണ്ട്. പല്ല് തേക്കാനുള്ള പരിപാടീസെല്ലാം ഉണ്ട്. ഇതാണ് എൻ്റെ സ്ഥിരം ബാഗ് കേട്ടോ. സാധനങ്ങളെല്ലാം റെഡിയാണ്. എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച ആയതുകൊണ്ടായിരിക്കും അധികം തിരക്കില്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാം പെട്ടെന്ന് ഫില്ലാവുന്ന സ്ഥലമാണ്. ഇതിനടുത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു ഹോട്ടലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് ഉണ്ട്. ഒരു 2-3 ടോയ്ലറ്റ് ആ ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടോയ്ലറ്റിനൊന്നും പേടിക്കേണ്ട നിലയ്ക്ക് വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ വെളുപ്പിനുള്ള സമയത്തായിരിക്കും തിരക്കെന്ന് വെച്ചാൽ എല്ലാവരും രാത്രിയല്ലേ കൂടുതലും തിരിക്കാറുള്ളത് ശബരിമലയ്ക്ക്. അപ്പോൾ വെളുപ്പിന് ആകുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. കണ്ട ഒരു മഞ്ഞ് മൂടിയൊരു അന്തരീക്ഷമാണ് കേട്ടോ. രാത്രി നല്ല തണുപ്പായിരിക്കും, നല്ല കോടമഞ്ഞൊക്കെ കാണും. അവിടെ എല്ലാം ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ വണ്ടികൾ ഒരുപാടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് നമുക്കൊരു ഹോട്ടലുണ്ട്. അവിടെ പോയി ചായ കുടിക്കണം. ഞാൻ ചായ കുടിക്കുന്ന ഈ കാനനവാസ ഹോട്ടലാണ് കേട്ടോ, നിലയ്ക്കലിലുള്ള. ഇത് പാർക്കിംഗ് സ്ലോട്ടെന്ന് പറഞ്ഞാൽ 6-ലാണ് കേട്ടോ. 6-ലാണ് ഈ ഒരു കാനനവാസ ഹോട്ടലുള്ളത്. നല്ല വൃത്തിയോടൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ. കട നിറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങൾ അവർ അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. ചായ അങ്ങനെ അധികം കുടിക്കാറില്ല, കുടിക്കണമെങ്കിൽ വിത്തൗട്ട് ചായ കുടിക്കാറുള്ളൂ കേട്ടോ. ചായ കുഴപ്പമില്ല, വിത്തൗട്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത്തവണ ഹോട്ടലിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇത്തവണ ശബരിമല, അതായത് ഇത്തവണത്തെ ശബരിമല സീസണിൽ ഹോട്ടലുകളല്ല, അതായത് നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എല്ലായിടത്തും ഹോട്ടലുകളും പ്രവർത്തിക്കുന്നത്. ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. അവർ ക്യാപ്പ് വെച്ചിട്ടുണ്ട്, ഹാൻഡ് ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഹോട്ടലുകളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഫുഡൊക്കെ കഴിക്കാം, ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ ഞാനിന്ന് രാത്രി ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് സാധനങ്ങൾ. നമുക്ക് വീട്ടിലാണെങ്കിൽ കൊണ്ടുപോകാമല്ലോ. എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്തായിട്ടാണ്. അപ്പം ഇങ്ങോട്ട് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ ഭാഗത്ത് ഫ്രീ ആണ്, പക്ഷേ ആ സൈഡിൽ കാടാണ്. അപ്പോൾ രാത്രി ചിലപ്പം ആനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഭാഗത്തൊക്കെ ആന വരും കേട്ടോ. എന്ന് വെച്ചാൽ ആ കാണുന്ന ഭാഗം ടോപ്പാണ്, അതായത് 6 പാർക്കിങ്ങിൽ അവസാനത്തെ സ്ഥലമാണ്. ആ ഭാഗത്തുനിന്നും ഈ നമ്മൾ സാധാരണ സ്ഥലങ്ങളിൽ നമ്മൾ ഫെൻസിങ് ഘടിപ്പിച്ചിട്ടുണ്ടല്ലോ, ഈ ഷോക്കിൻ്റെ അല്ല, എർത്തിൻ്റെ, അതൊന്നും വച്ചിട്ടില്ല. അപ്പം മിക്കവാറും ആനയൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഇത്രയും തിരക്കായതുകൊണ്ട് ഇവിടെ ആനയൊന്നും വരത്തില്ല എന്ന്. പക്ഷെ മുമ്പ് ഒരിക്കൽ നമ്മളൊരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അവർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആന വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും ശല്യവും ചെയ്തിട്ടില്ല. ജസ്റ്റ് അതുവഴി കറങ്ങി ഇതുവഴി കറങ്ങി അങ്ങ് പോയി. നിലയ്ക്കൽ പാർക്കിംഗ് ഏരിയയിൽ ആന വരാറുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ആനയല്ല, പന്നിയാണ് കേട്ടോ. കാട്ടുപന്നി ഒരുപാടുണ്ട്. കാട്ടുപന്നിയാണ് കൂടുതൽ പേടിക്കേണ്ടത്. അതിനെ ഉപദ്രവിക്കാതിരുന്നാൽ മതി, അത് പ്രശ്നമില്ല. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇടിച്ചിടാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇത് അശാന്മാർ അവിടെ നിൽപ്പുണ്ട്. എവരെയാണ് സൂക്ഷിക്കാനുള്ളത്, ഇവന്മാരാണ് കുറച്ച് പ്രശ്നം. രാത്രി സമയത്ത് ചിലപ്പോൾ നമ്മളെ കാറിൻ്റെ അവിടെയൊക്കെ വന്ന് തട്ടും മുട്ടും.
പിന്നെ വേറെ ഒന്നും ചെയ്യാതിരുന്ന വേറെ പ്രശ്നമൊന്നുമില്ല. ആൺ കാട്ടുപന്നികളാണ് ഭയങ്കര ഡേഞ്ചറാട്ടോ. അതുപോലെ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഈ നിലയ്ക്കൽ ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ജിയോയ്ക്കും BSNL റേഞ്ച് കുറച്ച് കുറവായിരുന്നു. പല സ്ഥലങ്ങളിലും കിട്ടത്തില്ലായിരുന്നല്ലോ. ഇപ്പം നല്ല റേഞ്ചുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ പുതിയ ടവറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ ആ ഭാഗത്ത് കണ്ടോ, ആ ഭാഗത്തെല്ലാം പുതിയ ടവർ, ഒരു 2-3 ടവർ പുതുതായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്. രാത്രി ഏകദേശം 9 മണി അടുപ്പിച്ചായി കേട്ടോ. അപ്പോൾ ഞാൻ മേലൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി ഇനി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കാനന വാസനിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചാലോ, നേരത്തെ കാണിച്ചു തന്ന ആ ഒരു ഹോട്ടലല്ലേ, അവിടെ പോയി എന്തെങ്കിലും ഒന്ന് കഴിക്കാം. ലൈറ്റിൽ കുളിച്ച് നിൽക്കാം കേട്ടോ, കാനനവാസൻ ഹോട്ടൽ. അപ്പം പൊറോട്ട ഉണ്ടെന്നാണ് തോന്നുന്നത്, നേരത്തെ പൊറോട്ട അടിക്കുന്ന കണ്ടു. ചേട്ടാ 3 പൊറോട്ട. എൻ്റെ കൂടെ കറി എന്താണുള്ളത്? കറി കടലക്കറി ഉണ്ട്, പിന്നെ ഗ്രീൻ പീസ്, സോയാബീൻ, ചപ്പാത്തി, കടലക്കറി. സാധാരണ ഏതെങ്കിലും ഒരു ഐറ്റമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മളെ ഇവിടെ അയ്യപ്പന്മാരുടെ ഒരു അനുഗ്രഹപ്രകാരം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ 4 കൂട്ടം കറികളുണ്ട്. ഈ 4 കൂട്ടം കറിയിൽ അവരാവശ്യപ്പെടുന്ന കറികൾ കുറേശ്ശെ ആണെങ്കിൽ അപ്പോൾ ഒരു പ്ലേറ്റ് പൊറോട്ട, ഒരു സെറ്റ് 3 പൊറോട്ട. 3 പൊറോട്ടയും കറി കൂടെ കൂട്ടിയാണ് നമ്മൾ 75 രൂപ. അപ്പോൾ നമുക്ക് 1 പൊറോട്ട കറിയും കൂടെ 75 രൂപ. പൊറോട്ടയുടെ 4 കൂട്ടം കറിയുണ്ട്, ഏതാണെങ്കിൽ നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞാൽ 75 രൂപയാണ് ഒരു സെറ്റ് പൊറോട്ടയുടെയും കറിയുടെ റേറ്റ്. ഒരു സെറ്റ് പൊറോട്ട. ദോശയുണ്ട്, ഉഴുന്നോടെയുണ്ട്, സിംഗിൾ ഇഡ്ഡലി ആണ് എൻ്റെ കഴിക്കാണ്. ചപ്പാത്തി, പൊറോട്ടയൊക്കെ നല്ല ചൂട് പൊറോട്ടയാണ്. അതുപോലെ തന്നെ അപ്പമുണ്ട്, പിന്നെ തന്നെ നമുക്ക് ഇഡ്ഡലിയുണ്ട് രാത്രി. പിന്നെ പൊറോട്ട, കറിയിൽ വരുന്നത് സാമ്പാറുണ്ട്, കിഴങ്ങ് കറിയുണ്ട്, കടലക്കറിയുണ്ട്, ഇത് ഗ്രീൻ പീസ് കറി, ഇത് സോയ കറിയാണ് കേട്ടോ. ഏതാണെങ്കിൽ നമുക്ക് കഴിക്കാം. കാരണം ഞാൻ പൊറോട്ടയുടെ കൊടുത്തിട്ടുണ്ട് 3 പൊറോട്ട, ഒരു സെറ്റ് പൊറോട്ട. അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല വൃത്തിയുണ്ട്, കുഴപ്പമില്ല. സീസൺ തുടങ്ങിയതല്ലേ ഉള്ളൂ. കറി കൊഞ്ചം ഗ്രീൻ പീസ്. கொஞ்சம் இது சோயாபீன் எல்லாமே டேஸ்ட் பண்ணிப்பா. ஓகே, தேங்க்யூ. கொஞ்சம் സാമ്പാർ തന്നെ നമ്മൾ മെയിൻ. ഇപ്പോൾ സാമ്പാറാണ് നമ്മുടെ ഫേവറേറ്റ്. ഇപ്പോൾ സാമ്പാർ കൂടെ കുറച്ച് സാമ്പാർ ഇതിലോട്ട് കേട്ടോ. ചൂടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഐറ്റം കറി വാങ്ങിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും തരും കേട്ടോ കഴിക്കാൻ. അപ്പോൾ വലിയ പൊറോട്ടയാണ് കേട്ടോ, 2 എണ്ണം പറഞ്ഞാൽ മതിയായിരുന്നു. ചൂടുണ്ട്. 2 പൊറോട്ട മതിയാവും കേട്ടോ മിക്കവാറും വേറെ പേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രീൻ പീസ് കറി ഒന്ന് കഴിച്ച് നോക്കാം. കറിയൊക്കെ കുറച്ച് ചെറിയ ചൂടുണ്ട് കേട്ടോ. നമുക്ക് രാത്രി വന്നു കഴിഞ്ഞാൽ നല്ല ചൂടോടെ ഫുഡ് കഴിക്കാൻ പറ്റും. പൊറോട്ട നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. കറി കൊള്ളാം. 3 പൊറോട്ട, കറിയെല്ലാം കൂടെ 75 രൂപ, കുഴപ്പമില്ല അല്ലേ? പൊറോട്ടയും സോയയും കൂടെ കഴിച്ച് നോക്കാം. പൊറോട്ട ചൂടുണ്ട്, ചൂടോടുകൂടി വേണമെന്ന് പറഞ്ഞാൽ ചൂടോടുകൂടി തരും. കറി കൊള്ളാം. ഫേവറേറ്റ് ആയിട്ടുള്ള സാമ്പാർ എങ്ങനെയാണെന്ന് കഴിച്ചോട്ടെ. മലയില സാമ്പാർ എങ്ങനെയാണെന്ന് നോക്കട്ടെ. എന്തായാലും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും സാമ്പാർ. എങ്കിലും പൊറോട്ടയുടെ ഒരു കോമ്പിനേഷനാണ് സാമ്പാർ. നല്ല ചൂടുണ്ട് സാമ്പാർ. ഈ പൊറോട്ടയുടെ കൂടെ സാമ്പാർ കോമ്പിനേഷനാണോ അല്ലേ? പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതാണ് കോമ്പിനേഷൻ കേട്ടോ. നല്ല കുതിർത്തെടുക്കണം സാമ്പാറിൽ പൊറോട്ട. കുഴപ്പമില്ല, വേറൊരു ടേസ്റ്റ്, തിരക്കേടില്ലാത്ത ടേസ്റ്റാണ്. ഫുഡെല്ലാം വേറെ ടൈപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം കാണും. എന്തായാലും രാത്രി ഇവിടുത്തെ പൊറോട്ടയും കറിയായിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബ്രെഡൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇനി വീട്ടിൽ കൊണ്ടുപോകാം. അല്ലെങ്കിൽ നാളെ രാവിലെ കഴിക്കാം, കുഴപ്പമില്ലല്ലോ. ഗ്രീൻ പീസ് കറിയും കൊള്ളാം കേട്ടോ. തിരക്കില്ലാത്ത ഫുഡാണ്. ചെറിയ സോയയാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ശിവാനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അമ്മൂമ്മ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇത്. ഞാനങ്ങനെ അധികം കഴിക്കാറില്ല, എങ്കിലും കൊള്ളാം, നല്ല കറിയാണ്. വീട്ടിൽ ഉണ്ടാക്കുമ്പം കഴിക്കാറുണ്ട്, അല്ലാതെ പുറത്തുനിന്ന് അങ്ങനെ അധികം കഴിക്കാറില്ല. പിന്നെ ചേട്ടൻ കറി കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു.
പേരെന്താ? മധു. ചേട്ടനാണ് കടപ്പന. കട ചേട്ടനാണ് എടുത്തിരിക്കുന്നത്? എല്ലാ വർഷവും എല്ലാ ബുദ്ധിമുട്ട് എടുത്താണ്. ഇവിടെ നമുക്ക് ചെയ്യണമെന്നാണ്, നമുക്കൊരു 80% നല്ലപോലെ ചെയ്യുന്നതാണ്. അല്ല, ഇപ്പം പുതിയ റൂളും കാര്യങ്ങളൊക്കെ ഇല്ലേ? ക്യാപ്പ് വയ്ക്കണം. ഉണ്ട്. അതെല്ലാം നമ്മൾ നടത്തുന്നുണ്ട്, ചെയ്യുന്നുണ്ട് അല്ലേ? ചേട്ടാ എവിടെ താമസിക്കുന്നത്? ഞാൻ കട്ടപ്പന ആണല്ലേ. ഫുഡ് പോകാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ തിരക്ക് വരുമ്പോൾ കുറച്ച് തിരക്കും പരമാവധി നമ്മൾ നല്ലപോലെ ഫുഡ് കൊടുക്കും. ആണല്ലേ? എന്നാ തിരക്കൊന്നും ഒരുപാട് സ്റ്റാഫുകളുണ്ട്. ഒറ്റ സ്റ്റാഫുകളെല്ലാം ഉണ്ട് നമ്മൾ. ആണല്ലേ? ശരി ചേട്ടാ, നല്ല ഫുഡാണ്, കുഴപ്പമില്ല. നല്ല ഫുഡായിരുന്നു കേട്ടോ. കറികളെല്ലാം കൊള്ളാം. പൊറോട്ട അത്യാവശ്യം വലുതാണ്. 2 വാങ്ങിച്ചു കഴിഞ്ഞാൽ വയറ് പേർക്കും. 75 രൂപയാണ് അതിൻ്റെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നിലയ്ക്കൽ 6ാമത്തെ പാർക്കിംഗ് സ്ലോട്ടിൻ്റെ അവിടെയാണ് കാനവാസൻ ഹോട്ടലുള്ളത്. വരിക, കഴിക്കാം, കുഴപ്പമില്ല, നല്ല ഫുഡാണ്. ഉച്ചയ്ക്കും രാവിലെ എല്ലാം ഉണ്ട്. ഒരു 10-11 വരെ കാണുമെന്ന് തോന്നുന്നു. തിരക്കുള്ള സമയത്ത് ചിലപ്പം 24 മണിക്കൂർ കാണും. ഇനി കിടക്കാൻ സമയമായി, ഏകദേശം മണി 10 ഇനി വണ്ടിയിൽ കുറച്ച് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പുതപ്പൊക്കെ വിരിക്കണം, തലയണയൊക്കെ വയ്ക്കണം. പുറകെ സീറ്റിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഉറങ്ങാനുള്ള പ്ലാനാണ്. നമ്മുടെ സ്വാമി രാവിലെ 10 മണിക്ക് വരും, റിട്ടേൺ. നമുക്ക് രാവിലെ 10 മണിയാകുമ്പോൾ ഇവിടെ തിരിക്കണം. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാ ഡ്രൈവർ പയ്യന്മാരെല്ലാവരും ഇങ്ങനെയാണ് ഒരു ദിവസത്തെ അവർ ട്രിപ്പ് ചെയ്യുന്നത്. സ്റ്റേ ഉള്ള സമയങ്ങളിൽ, അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ രാത്രി വീട്ടിൽ പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ജോലിയുടെ ആ ഒരു രീതി. വണ്ടിയിൽ കിടക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പുറകിലത്തെ സീറ്റിൽ ഷീറ്റൊക്കെ വിരിച്ച് നമ്മുടെ തലങ്ങണ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഫാനും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ചൂട് സമയത്തൊക്കെ യൂസ് ചെയ്യാനാണ്. കുറച്ച് സമയം ഉറങ്ങുന്ന കുറച്ച് സമയം AC കാറിട്ടിട്ട് ഈ ഫാനും കൂടി ഇട്ട് കിടക്കും. ഒരു അരമണിക്കൂർ AC ഇട്ടതിന് ശേഷം ചൂടുള്ള സമയങ്ങളിൽ. അപ്പം ഇത് റീചാർജബിൾ ആണ്, DC AC ഉള്ളൊരു ഫാനാണ് കേട്ടോ. കാറിൽ നിന്ന് ചാർജ് കയറ്റാം. ഒരു 3-4 മണിക്കൂർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ചാർജബിളാണ്. ഇന്നിത്ര തന്നെ. അപ്പം ഒന്ന് കിടന്നുറങ്ങണം, രാവിലെ എണീക്കാനുള്ളതാണ്. തണുപ്പുണ്ട്, വണ്ടിയിൽ കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ്, നാളെ രാവിലെ കാണാം. അപ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാമി ഇറങ്ങാറ് കേട്ടോ. രാവിലെ പുള്ളിക്കാരെ വരുമെന്ന് 8 മണിക്കൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ റെഡിയായി. അപ്പം ഇന്നലെ നല്ല സുഖം ഉറക്കമായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ ആ ഒരു ജോലിയുടെ രീതികൾ കേട്ടോ. ഇന്നലെ നമ്മൾ രാത്രി നോക്കിയപ്പം തിരക്കില്ലായിരുന്നു, ഇപ്പം ഫുള്ളായിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ അയ്യപ്പന്മാരെല്ലാം വരുള്ളൂ. കംപ്ലീറ്റ് ഫുള്ളാണ്. ഇനിയിപ്പോൾ ഇവിടെ വണ്ടി ഇടാനൊന്നും സ്ഥലമില്ല. ഇന്നലെ ഇവിടെ empty ആയിട്ട് കിടന്നതാണ് രാത്രിയെല്ലാം. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്. രാവിലെ ചായയൊന്നും കുടിക്കുന്നില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ല. ഇനി നേരെ വീട്ടിലോട്ടാണ്. ഇനി ബാക്കി നമുക്ക് വീട്ടിൽ പോയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പം ഞാനിപ്പോൾ ആഴിമലയിലാണ് കേട്ടോ. നമ്മുടെ ഗസ്റ്റിന് ആഴിമല കാണാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആഴിമലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഗസ്റ്റിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞു, അത് സ്വാമി പറഞ്ഞു ഞാനും കൂടെ വീഡിയോയിൽ വരാം, കുഴപ്പമൊന്നുമില്ല, എന്നെ എടുക്കാത്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ ഗസ്റ്റിനെ അങ്ങനെ എടുക്കാറില്ല, അവർ വിചാരിക്കുന്ന അറിയില്ല, അതുകൊണ്ട് ശരിയാണ്, എങ്കിലും കുഴപ്പമില്ല. എന്നാ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത്, ഞാൻ മലയാളമാണ്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. ആഴിമലയിൽ ഇപ്പം കടലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ ബീച്ചാണ്. നിങ്ങൾ ആഴിമലയിൽ വന്നിട്ടുണ്ടോ? ഭയങ്കര രസമാണ് ഇവിടുത്തെ ആ ഒരു ശിവൻ്റെ വിഗ്രഹം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്.
അപ്പോൾ സ്വാമിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ സ്വാമിക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു കേട്ടോ, എൻ്റെ പുറകിൽ കണ്ടോ ശിവൻ്റെ വിഗ്രഹം ഇരിക്കുന്നുണ്ടോ, അടിപൊളിയാണ്. അതുമല്ല ബീച്ചൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് തൊട്ട് പുറകിലാണ്. അപ്പോൾ ഈ ഭാഗത്തൂടെയാണ് വലിയ ഷിപ്പൊക്കെ പോകുന്നത്. നമ്മൾ ചാനലിലൊക്കെ കണ്ടിട്ടില്ല. അപ്പോൾ അവരെല്ലാവരും ഇവിടെ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്, ഷിപ്പ് പോകുന്നത്. അമ്പലം അടിപൊളിയാണ് കേട്ടോ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം പുതുതായിട്ടാണ് തോന്നുന്നു പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ നട അടച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് 20 രൂപ എൻട്രി പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഴിമലയിൽ ഈ സ്റ്റാച്ചു കാണാൻ കയറാൻ പറ്റും കേട്ടോ. ഇതാണ് അതിൻ്റെ വ്യൂ. ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ആഴിമല ടെമ്പിളിലും കൂടെ വരിക. ഇതിനടുത്താണ് പൂവാറ്, അങ്ങനെയുള്ള കോവളം എല്ലാം ഇതിനടുത്തടുത്തൊക്കെയാണ് കേട്ടോ. അപ്പം കോവളം വരുന്നവർ ജസ്റ്റ് ആഴിമല വരിക, പിന്നെ പൂവാറ് പോവാം. പിന്നെ ഇതിൻ്റെ അടുത്താണ് നമ്മുടെ ചെങ്കൽ മഹാദേവ ക്ഷേത്രം. അത് 12 കിലോമീറ്റർ എങ്ങാണ്ടുള്ളൂ കേട്ടോ. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള അമ്പലം അവിടെയാണ്. ഇതാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ള ഗസ്റ്റ് കേട്ടോ, സ്വാമിയാണ്. അപ്പോൾ സ്വാമി ഒന്ന് വീഡിയോ കാണണമെന്ന് പറഞ്ഞു, അപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്വാമിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. സ്വാമി, യുവർ സെൽഫ് ഇൻട്രൊഡ്യൂസ് ഫസ്റ്റ്. I'm Jeevan. I was driving with Mr. Unni for the last 2 days. It was amazing. I'm a Teluguite, so nice meeting you, Unni. Okay. Thank you. What feel experience with my trip? He's very polite. I was shocked that he's a YouTuber. I'm enjoying the drive. He's telling me all the facts, interesting things about the airports, the background story of different things. He's actually my guide cum driver. Okay. Are you happy? Yes, very very happy. Okay. Anytime I come back to Shabarimala, I'll come with you. നമ്മുടെ ഗസ്റ്റ് പുള്ളിക്കാരൻ നല്ല ഹാപ്പിയാണ്. അപ്പം നിങ്ങളും ട്രിവാൻഡ്രത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാം. കോട്ടയത്ത് വരെ നമ്മുടെ രാജേഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എവിടെ വന്നാലും നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാവുന്നതാണ്. കസ്റ്റമർ അവസാനം ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്കറിയാതെ അവർ വളരെ സന്തോഷമാണെന്ന് പറയുമ്പോഴാണ് നമുക്കും വലിയൊരു സന്തോഷം. നമ്മുടെ ജോലിയിൽ അപ്പോഴാണ് നമുക്ക് ഒരു പൂർണ്ണത വരുന്നത് കേട്ടോ ആ ഒരു ട്രിപ്പിൽ. അപ്പം ഇന്നത്തെ സ്വാമി ഹാപ്പിയാണ്. ഇതുപോലെ എല്ലാ ഗസ്റ്റും നമ്മുടെ കൂടെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ടാണ് വിടാറുള്ളത്. അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. സ്വാമിയെ വിട്ടു. അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലോട്ട്. ഗസ്റ്റ് ഹാപ്പി ആകുമ്പോഴാണ് നമ്മുടെ ട്രിപ്പും നമുക്ക് നല്ലതുപോലെ കഴിഞ്ഞെന്നുള്ളൊരു ഉറപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി, വീട്ടിലെ ഒന്ന് ഫ്രഷൊക്കെ ആയി, ഗസ്റ്റിനെ കൊണ്ട് എയർപോർട്ടിലാക്കി. നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റ് പറഞ്ഞത് കേട്ടപ്പോൾ നല്ല സന്തോഷമുണ്ട്. എല്ലാ ഗസ്റ്റും ഇങ്ങനെയാണ് കേട്ടോ, ഹാപ്പിയാണ്. എൻ്റെ കൂടെ വരുന്ന എല്ലാ ഗസ്റ്റിനും നമ്മൾ ഹാപ്പി ആയിട്ട് വിടാറുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. ഒരു ദിവസം എൻ്റെ കൂടെ ഒരു കറക്കമൊക്കെ കറക്കിച്ചു. ഇതാണ് എൻ്റെ ജോലി. ഒരുപാട് പേര് ചോദിച്ചതിനുള്ള മറുപടിയും കൂടിയാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ജോലി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നു കേട്ടോ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതിന് സമയമില്ല. നമ്മുടെ വെബ് സീരീസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൽ സമയം കിട്ടിയില്ല. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കറക്റ്റ് ആ ഒരു സമയം കൂടെ ഒത്തു വന്നു കേട്ടോ. നമ്മുടെ ശബരിമല ട്രിപ്പും കൂടെ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ ഇനി ആർക്കും പരാതിയില്ലല്ലോ നമ്മുടെ ജോലി എന്തെന്ന് അറിയാത്തതിൻ്റെ പേരിൽ. നമ്മുടെ ഫാമിലിയിൽ 10,000 മെമ്പേഴ്സ് ആവാൻ പോവാണ് കേട്ടോ. 9,050 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ഇനി 10,000 ആവുന്നുണ്ട്. ഇതുവരയ്ക്കും തന്നിട്ടുള്ള സപ്പോർട്ടുകൾക്കെല്ലാം നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രിവാൻഡ്രത്തു നിന്നോ കോട്ടയത്തു നിന്നോ എറണാകുളത്തു നിന്നോ ട്രിപ്പ് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ഇടയിൽ ബിസിനസ് ചെയ്യണമെന്ന് വിചാരിക്കില്ല. നമ്മുടെ ജോലി അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ചേട്ടന്മാരുണ്ട്. നല്ല രീതിയിൽ നമുക്ക് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഉണ്ട്.